നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ തൊടുപുഴ സംസ്ഥാന പാതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് മറിഞ്ഞ അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 കമ്പനിപ്പടി മാവുംചുവടിലാണ് അപകടം. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലോറിയിലേക്ക് സ്കൂട്ടർ ഇടിച്ചു കയറി അപകടം. വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പുത്തൻകുരിശ് മുത്തൂറ്റ് കോളേജ് ബിടെക് 4ാം വർഷ വിദ്യാർത്ഥി ശിവനിവാസ് രാഹുൽ എസ് ആണ് മരിച്ചത്. പ്രതിഭകളായ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ആദരം പായിപ്ര പഞ്ചായത്ത് 11ാം വാർഡിൽ. മാത്യു കുഴൽനാടൻ MLA പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. നന്മ വാഴക്കുളം ശാഖ മേഖലയിലെ വിവിധ കലാകാരന്മാരെ ആദരിച്ചു. പാടാം നമുക്ക് പാടാം പരിപാടി നന്മ ജില്ലാ സെക്രട്ടറി ദിനേശ് പുലിമുഖം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയംസേവക സംഘം ശതാബ്ദി ആഘോഷം. മൂവാറ്റുപുഴയിൽ പ്രബുദ്ധ ഭാരത് പൗരസംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ തൊടുപുഴ സംസ്ഥാന പാതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് മറിഞ്ഞ അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 കമ്പനിപ്പടി മാവുംചുവടിലുണ്ടായ അപകടത്തിൽ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മൂവാറ്റുപുഴ തൊടുപുഴ സംസ്ഥാന പാതയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് മറിഞ്ഞ അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 കമ്പനിപ്പടി മാവുംചുവടുണ്ടായ അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് ഇടവഴിയിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന സ്കൂട്ടറിനെ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു. ആംബുലൻസിൽ രോഗികളാരും ഉണ്ടായിരുന്നില്ല. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലോറിയിലേക്ക് സ്കൂട്ടർ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. തിങ്കളാഴ്ച രാവിലെ 7:30 പെരുവമൂഴി ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ പുത്തൻകുരിശ് മുത്തൂറ്റ് കോളേജ് ബിടെക് 4ാം വർഷ വിദ്യാർത്ഥിയായ തൊടുപുഴ മടക്കത്താനം സ്വദേശി ശിവനിവാസ് രാഹുൽ എസ് ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജൂലിയൻ ജോസഫിന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാഹുലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ മുന്നിലുണ്ടായിരുന്ന കാറിനെ മറികടക്കുന്നതിനിടെ കാറിൽ തട്ടുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ രാഹുലിന്റെ തലയിലൂടെ ദിശയിൽ വന്ന ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങുകയുമായിരുന്നു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പായിപ്ര പഞ്ചായത്ത് 11ാം വാർഡിൽ പ്രതിഭകളായ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മാത്യു കുഴൽനാടൻ MLA ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്നേഹസ്പർശം വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പായിപ്ര പഞ്ചായത്തിലെ 11ാം വാർഡിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. മാത്യു കുഴൽനാടൻ MLA ഉന്നത വിജയം നേടിയവർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പ്രത്യേകമായ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് നേടുന്ന വിജയത്തിന് മധുരമേറെയാണ്. നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അവരുടെ ഓരോ കഴിവുറ്റ പ്രകടനങ്ങളും കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്നും ഏറെ ആഹ്ലാദം, സന്തോഷം, അഭിമാനം ഒക്കെ തോന്നാറുണ്ട്. അതിനവരെ പ്രാപ്തരാക്കുന്നത് ഇവിടുത്തെ അധ്യാപകരാണ്. ഇവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള അധ്യാപനം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകുന്ന അധ്യാപകർ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. നമുക്ക് നമ്മളോടൊപ്പമുള്ള എല്ലാവരെയും ഒന്നുപോലെ കരുതാനും ഒന്നുപോലെ ചേർത്ത് പിടിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ള സമൂഹമായി മാറുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ KH സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് പ്രതിഭകളായ വിദ്യാർത്ഥികളെ ആദരിച്ചത്. സ്നേഹസ്പർശം വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ തന്റെ വാർഡിലെ മുഴുവൻ കുട്ടികളുടെയും വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പുവരുത്തുമെന്ന് KH സിദ്ദിഖ് പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് അസിസി സ്കൂൾ ഫോർ ദി ഡെഫിലെ കുട്ടികളുടെ ബാൻഡ് മേളം, വിവിധ നൃത്ത പരിപാടികൾ, ഗാനാലാപനം എന്നിവയും നടന്നു. അസിസി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ,
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയി, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ മക്കാർ, പഞ്ചായത്ത് അംഗങ്ങളായ KM അബ്ദുൽ കരീം, PM അബൂബക്കർ, വാർഡ് മെമ്പർ KH സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു. നന്മ വാഴക്കുളം ശാഖയുടെ നേതൃത്വത്തിൽ മേഖലയിലെ വിവിധ കലാകാരന്മാരെ ആദരിച്ചു. പാടാം നമുക്ക് പാടാം പരിപാടി നന്മ ജില്ലാ സെക്രട്ടറി ദിനേശ് പുലിമുഖം ഉദ്ഘാടനം ചെയ്തു. നന്മ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് വാഴക്കുളം ശാഖയുടെ നേതൃത്വത്തിൽ മേഖലയിലെ വിവിധ കലാകാരന്മാരെ ആദരിച്ചു. ആനിക്കാട് ചിറപ്പടി ഷിൻബുക്കാൻ കരാത്തെ ക്ലാസ്സിൽ നടത്തിയ പാടാം നമുക്ക് പാടാം പരിപാടി നന്മ ജില്ലാ സെക്രട്ടറി ദിനേശ് പുലിമുഖം ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂരാണ് നന്മ എന്ന കലാകാര സംഘടന രൂപം കൊള്ളുന്നത്. 6-7 പേര് കലാകാരന്മാർ ചേർന്നുകൊണ്ട് രൂപം കൊടുത്ത സംഘടന ഇന്നൊരു സംസ്ഥാനത്ത് ആകെ 40,000-ലേറെ അംഗങ്ങളുള്ള വലിയൊരു കലാകാര സംഘടനയായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കലാകാര സംഘടന എല്ലാത്തരം കലകളെയും ചേർത്തുകൊണ്ടാണ്, കലാകാരന്മാരെയും ചേർത്തുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം ഇന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കാറ്റഗറി ബേസിൽ പല സംഘടനകളും കലാകാര സംഘടനകളും നടക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നാടകക്കാർക്കൊരു സംഘടന, ചെണ്ടമേളക്കാർക്കൊരു സംഘടന, മറ്റ് ഇതര കലകൾക്ക് അങ്ങനെ സംഘടന. പക്ഷേ നമ്മുടെ ഈ സംഘടനയിൽ, കലാകാര സംഘടനയിൽ അത്തരത്തിലുള്ള ഒരു വേർതിരിവൊന്നുമില്ലാതെ മുഴുവൻ കലാകാരന്മാരെയും ചേർത്തുകൊണ്ടുള്ള ഒരു സംഘടന എന്ന നിലയിലേക്കുള്ള പ്രവർത്തനമാണ് കേരളത്തിലെമ്പാടും നടത്തിക്കൊണ്ടുവരുന്നത്. നന്മ സംസ്ഥാന കമ്മിറ്റി അംഗം റബി ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നന്മ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷാജി കരിപ്പായി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വിവിധ കലാകാരന്മാരെ ആദരിച്ചു. ഷിൻബുക്കാൻ കരാത്തെ സ്കൂളിലെ ദേശീയ താരവും കരാത്തെ പരിശീലകയുമായ ജസ്മി ജോസിന് യാത്രയയപ്പ് നൽകി. ഷിൻബുക്കാൻ കരാട്ടെ സ്കൂളിന്റെ എല്ലാമായ ഒരു വ്യക്തിത്വമായ ഈ കുഞ്ഞു മോളാണെന്ന് വിചാരിക്കേണ്ട. റഷീദ് മുഹമ്മദ്, രഞ്ജിത്ത് ഷിംബുക്കാൻ, സംഗീത സംവിധായകൻ ഈണം ജോസ്, നന്മ മേഖലാ സെക്രട്ടറി ജോയൽ നെല്ലിക്കുന്നിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്കായി പ്രവേശനോത്സവം നടത്തി. മൂവാറ്റുപുഴ AEO PN സജിമോൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് 2026 നടത്തി. +1 വിദ്യാർത്ഥികളെ പ്രവേശനോത്സവത്തിൽ സ്വീകരിച്ചു. മൂവാറ്റുപുഴ AEO PN സജിമോൻ ഉദ്ഘാടനം ചെയ്തു. ഇനി ഇത് അനുഭവിക്കാൻ വേറൊരു കാലം ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയോടുകൂടി എല്ലാം ഒന്ന് അറിഞ്ഞാസ്വദിച്ച് പോകണം എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ, അല്ലേ? അങ്ങനെ തന്നെ വേണം. എല്ലാ സന്തോഷങ്ങളും സൗകുമാര്യങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും വേണം മുന്നോട്ട് പോകാനല്ലേ. മുന്നോട്ട് പോകുമ്പോൾ 1-2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇതെല്ലാം അനുഭവിച്ച് എല്ലാ സന്തോഷത്തോടും കൂടി ആസ്വദിച്ച് അടുത്തൊരു കാലഘട്ടത്തിലേക്ക് കിടക്കാം. മറ്റൊന്ന്, ഒരു 4-5 വർഷം അല്ലെങ്കിൽ പരമാവധി 6 വർഷം നിങ്ങൾ അത്യാവശ്യം ചില നൊയമ്പുകൾ എടുത്താൽ നമ്മുടെ ജീവിതം വേറൊന്നായിട്ട് മാറും. എന്തൊക്കെയാണ് നോമ്പെടുക്കുക എന്ന് പറയുന്നത്? നോമ്പെടുത്തിട്ടുണ്ടാവും എല്ലാവരും, നോമ്പെടുക്കുന്നവരാ അല്ലേ? എന്താ നോമ്പെടുക്കുക എന്ന് പറയുന്നത്? സിസ്റ്റമിന്റെ വേറെ വേർഷൻ ഉണ്ടെന്ന് എൻ്റെ ഒരു വേർഷനിൽ പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടത് പലതിനെയും തൽക്കാലത്തേക്കൊന്ന് അകറ്റി നിർത്തുന്നതാണ് നോമ്പെടുക്കൽ. നമുക്ക് പ്രിയപ്പെട്ട ഭക്ഷണം, പ്രിയപ്പെട്ട കാഴ്ചകൾ, പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ അടക്കം മാറ്റിവെച്ചിട്ട് വേറൊരു ലക്ഷ്യത്തോടു കൂടി ഒരു പ്രതീക്ഷയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിനാണ് നോമ്പെടുക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോമ്പെടുക്കണം. ഒരു 5-6 വർഷക്കാലം എന്തൊക്കെ മാറ്റി വയ്ക്കേണ്ടത്, എന്തെല്ലാം കാര്യത്തിലാണ് നോമ്പ് വേണ്ടത്? നമ്മുടെ റീൽസിൽ നിന്ന് നോമ്പെടുക്കണം, സോഷ്യൽ മീഡിയയിൽ നിന്ന് നോമ്പെടുക്കണം, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന്, നമ്മുടെ കാഴ്ചകളിൽ നിന്ന്, യാത്രകളിൽ നിന്ന്, ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങളിൽ നിന്ന് ഒക്കെ ഒന്ന് നോമ്പെടുത്ത് മാറ്റിവെച്ച് അപ്പം നമുക്ക് കുറേ സമയം കിട്ടും. ആ സമയങ്ങൾ അത്രയും നമുക്കൊരു ലക്ഷ്യത്തോടു കൂടി നമുക്ക് നേടേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടിയിട്ട് ആ സമയങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജകുമാരിമാരെ പോലെ ജീവിക്കാം.
ലോക്കൽ മാനേജർ സി ഫ്ലോറി CMC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, പ്രിൻസിപ്പൽ സിസ്റ്റർ റാണിറ്റ് CMC, PTA പ്രസിഡന്റ് ജേക്കബ് ഇരമംഗലത്ത്, കല M കുരുവിള എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കഥാപാത്രങ്ങളുടെ നിറവിൽ രാമമംഗലം ഹൈസ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു ഉദ്ഘാടനം ചെയ്തു. ആനവാരിയും പൊൻകുരിശും, സുഹറയും മജീദും പാത്തുമ്മയും ബഷീറും ഉൾപ്പെടുന്ന കഥാപാത്രങ്ങളുടെ നിറവിൽ രാമമംഗലം ഹൈസ്കൂളിൽ ബഷീർ ദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു ഉദ്ഘാടനം ചെയ്തു. അങ്ങനല്ല, തൊഴിലടിച്ച് സാവധാനത്തിനെ ഞാൻ ആരാടി? നീന്റെ ആരാടി? സ്കൂൾ മാനേജ്മെന്റ് ബോർഡ് പ്രസിഡന്റ് P. ശ്രീറാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PTA പ്രസിഡന്റ് PK രതീഷ്, ഹെഡ് മിസ്ട്രസ് സിന്ധു പീറ്റർ, സ്റ്റാഫ് സെക്രട്ടറി ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്, അധ്യാപകരായ MN പ്രസീത, ബിൻസി പോൾ, നയന ഏലിയാസ്, രേഷ്മ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കിഴുമടി പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബഷീർ പുസ്തകങ്ങളുടെ പ്രദർശനവും കുട്ടികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും ലൈബ്രറി സെക്രട്ടറി OC ബേബി, ലൈബ്രറിയൻ സിന്ധു ശശി എന്നിവർ വിതരണം ചെയ്തു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് ഐശ്വര്യ ഹോമിയോപ്പതി ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പനി ക്ലിനിക്കും അലർജി അഡിനോയിഡ് രോഗ ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രഞ്ജിത ഉദ്ഘാടനം ചെയ്തു. ഡോക്ടേഴ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് ഐശ്വര്യ ഹോമിയോപ്പതിക് ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പനി ക്ലിനിക്കും അലർജി അഡിനോയിഡ് രോഗചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രഞ്ജിത ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ സംസ്കാരം എന്താണ്? വലിച്ചെറിയ സംസ്കാരമാണ്. നമ്മുടെ അഴുക്കുകൾ പോലും വേസ്റ്റുകൾ പോലും നമ്മളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഹരിതകർമ്മസേന നമ്മുടെ വീടുകളുടെ മുന്നിൽ വന്ന് നമ്മളോട് തരാമെന്ന് പറഞ്ഞാൽ പോലും കൊടുക്കില്ല. നമ്മൾ പോകുന്ന വഴിക്ക് അന്യന്റെ പറമ്പിലേക്ക് വലിച്ചെറിയും. ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ, നല്ല അന്തരീക്ഷത്തിൽ നാളെ വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ടും നല്ലൊരു കേരളത്തെ കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല ഭദ്രതയോടുകൂടി ജീവിക്കാം. BHMS ഡോക്ടർ ധന്യ ശശിധരൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർമാരായ മനോജ് G, രജനി MA എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മാതൃദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ പനി, വിവിധ അലർജി രോഗങ്ങൾ, അഡിനോയിഡ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രതിരോധ ശേഷിക്കുറവ് എന്നിവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും വൈദ്യോപദേശവും നൽകി. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. MCS ഹോസ്പിറ്റൽ, we take care of your health. രാഷ്ട്രീയ സ്വയം സേവക സംഘം ശതാബ്ദി ആഘോഷം മൂവാറ്റുപുഴയിൽ പ്രബുദ്ധ ഭാരത് പൗരസംഗമം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്ഥാപക ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പ്രബുദ്ധ ഭാരത് പൗരസംഗമം സംഘടിപ്പിച്ചു. നഗരത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെ അണിനിരത്തി സംഘടിപ്പിച്ച സംഗമം നഗരത്തിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ശ്രദ്ധേയമായി. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ RSS ദക്ഷിണക്ഷേത്ര സഹ ബൗദ്ധിക ശിക്ഷണ പ്രമുഖ് KP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റൊരു സംഭവം സമീപത്തോളം ഭാരതത്തിൽ ജീവിച്ചതെല്ലാം ഹിന്ദുക്കളാണ്. ചിലർ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ, ചിലർ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് മനസ്സിലാക്കി വരുന്നുള്ളൂ. ഹിന്ദുസ്ഥാനിൽ ജനിച്ചതെല്ലാവരും ഹിന്ദുക്കളാണ്. കാരണം നമ്മുടെ എല്ലാവരുടെ ഏത് മതവിശ്വാസത്തെ പിന്തുടർന്നു പോകുന്നവരും നമ്മുടെ എല്ലാവരുടെയും പൈതൃകം ഒന്നാണ് പാരമ്പര്യമാണ്. മതവിശ്വാസം മാറാം, പക്ഷെ പൈതൃകത്തെ മാറാൻ
ഭൂദാന ഭൂ അവകാശങ്ങളുടെ സംയോജകൻ എസ് രാമനുണ്ണി ശതാബ്ദി പ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ മൂവാറ്റുപുഴ ഖണ്ഡ് സംഘചാലക് കെ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ പ്രമോദ് ദിനകർ, ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത്, നന്ദകുമാർ കമ്മത്ത്, കെ മനോജ്, പായിപ്പട ദമനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാജ്യം ഇന്ന് നേരിടുന്ന വിവിധ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിനും സമൂഹത്തിൽ ക്രിയാത്മകവും സുസ്ഥിരവുമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമായുള്ള കാലാനുസൃതമായ സംവിധാനങ്ങൾ ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പൗരസംഗമം സംഘടിപ്പിച്ചത്. ആരക്കുഴ ഉപ്പുകണ്ടം ഒളമറ്റത്തിൽ OM ശ്രീധരൻ നിര്യാതനായി. സംസ്കാരം തിങ്കളാഴ്ച 3 വീട്ടുവളപ്പിൽ നടത്തി. പരേതൻ CPIM ഉപ്പുകണ്ടം ബ്രാഞ്ച് അംഗമാണ്. ഭാര്യ ലീല ഇടുക്കി കരിമ്പൻ തടിക്കാട്ടുപറമ്പിൽ കുടുംബാംഗം. മക്കൾ അനിൽകുമാർ, ലിനി, ദീപ. മരുമക്കൾ സബിത, പ്രസാദ്, സന്തോഷ്. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.